സൂം ചെയ്ത തിരിയുണ്ട, അതിൻ്റെ കാലുകൾ കാട്ടുപോത്തിൻ്റെ അതേ ഇത് തന്നെയാണ്. നായി തന്നെയാണ്, പക്ഷേ ഇതിപ്പോൾ ഈ കാട്ടിൽ ഇവിടെ വസിക്കുന്നത്. അതാ പറഞ്ഞാൽ കുറച്ച് ഇവിടുന്ന് അങ്ങോട്ടേക്ക് പോയതും കുറച്ച് അവിടെ നിന്ന് ഇങ്ങോട്ട് വന്ന് മനുഷ്യനായിട്ട് മിങ്കിൾ ചെയ്ത് അത്തരം കുറേ സംഭവം നമുക്ക് കാടിൻ്റെ അടുത്താകുമ്പോൾ അതാണ് ഒരിത്. ആളോട് ചോദിച്ചു ഇത് ഒറിജിനൽ കാട്ടുപോത്ത് തന്നെ. എനിക്ക് എന്തൊരു ഡൗട്ട് ഉണ്ടായിരുന്നു. ഞാൻ ഇവിടുത്തെ പോത്തുകളാണോ അല്ല, പക്ഷേ തന്നെ ഒറിജിനൽ കാട്ടുപോത്ത് തന്നെയാണ്. ഇത്രയും ക്ലിയർ ആയിട്ട് നമുക്ക് ഫോറസ്റ്റിനെ കാണാൻ പറ്റുന്ന ഇവിടെ മാത്രമേ ഉള്ളൂ. അതിൻ്റെ പ്രത്യേകിച്ച് കാല് ശ്രദ്ധിച്ചേണ്ട, ആ കാലിൽ വെളുത്ത പാടുണ്ട്, അതാണ് കാട്ടുപോത്തിൻ്റെ ലക്ഷണം. അതിൻ്റെ ഒരു ശരിക്കും തിയറിറ്റിക്കലിയും അല്ലെങ്കിൽ സയൻറ്റിഫിക്കലി ആയിട്ടുള്ള പ്രൂവ് ചെയ്ത് കഴിഞ്ഞാൽ ബൈസൺ എന്ന് പറയുന്നത് ഇതല്ല. ബൈസൺ എന്ന് പറയുന്നത് അമേരിക്കയിലുള്ളതാണ്. ഇതിന് ഒരു ഇന്ത്യ ഒരു പേരുണ്ട് വേറെ, അതാണ് ഇന്ത്യൻ ബഫലോ. ആ രീതിയിൽ നമുക്ക് ഇതിനെ വിളിക്കാം. പെർഫെക്റ്റായിട്ട് ക്ലിയർ, ഇത്തിരി എടുത്തുനിന്ന് അത് ഇഷ്ടംപോലെ തവണ നമുക്കിത് കണ്ടുകൊണ്ടിരിക്കും. മറ്റ് സഫാരിക്ക് പോകുമ്പോൾ വളരെ സെക്കൻഡ്സ് മാത്രമേ നമുക്കതിനെ കാണാൻ പറ്റൂ. അപ്പം തന്നെ നമ്മളെ അവർ കൊണ്ടുപോകും അവിടുന്ന്. പക്ഷേ ഇത് നമുക്ക് റൂമിൻ്റെ ഉള്ളിലിരുന്ന് നമുക്കിത് കാണാം. എൻ്റെ റൂം എവിടെയാണ്? റൂമിൻ്റെ തൊട്ട് മുമ്പായിട്ട് തന്നെ നമുക്ക് ജംഗിൾ കാണാൻ പറ്റും. വളരെ ക്ലിയർ ഷോട്ടാണ്. വളരെ ഇത്രയും എടുത്തത് നമുക്ക് ഇങ്ങനെയൊരു വന്യജീവികളെ കാണാൻ പറ്റും എനിക്ക് തോന്നില്ല. ഒറിജിനൽ ഇതാണ് അസൽ കാട്ടുപോത്ത്. ആണ് എന്താ ഇതിന് കണ്ട, ഇത് സാധാരണ പോത്ത് പോലെയല്ല. ഇത്രയും ഗംഭീരമായ ഒരു ബോഡി, എത്ര കിലോ വെയിറ്റ് എന്നറിയാമല്ലേ. ഒരു ഇടി മതി മനുഷ്യൻ പപ്പടം അമ്മാതിരി ഇതാണ്. വളരെ അടുത്തുനിന്ന്, എൻ്റെ റൂമിൻ്റെ വളരെ അടുത്തുനിന്ന് നമുക്കിത് കാണാൻ പറ്റി. നേരത്തെ പറഞ്ഞാൽ അത്ര എളുപ്പമല്ല. നമുക്ക് ഈ കാട്ടിൽ നമ്മൾ കണ്ടാൽ തന്നെ വിത്തിൻ സെക്കൻഡ്സ് നമുക്ക് കണ്ടിട്ട് അങ്ങ് പോകേണ്ടി വരും. ഇത്രയും ക്ലിയർ ഷോട്ട്. അവിടെ വേറൊന്നും ഉണ്ട്, പക്ഷേ ഇത് വളരെ ക്ലിയർ ഷോട്ടായിരുന്നു. രണ്ടെണ്ണം എടുത്തതാണ്. ആ കാട്ടിൽ നിന്ന് വരുന്നതാണ് ഇത്. വന്ന് ഇവിടുത്തെ ജനങ്ങളായിട്ട് ഇണങ്ങി. അതാണ് ഇതിനൊരു പേടിയില്ല.
ഇങ്ങോട്ട് വരുന്നുണ്ട്. അത്രയും മാക്സിമം എടുത്ത് വരുള്ളൂ. ശരിക്കും പറഞ്ഞാൽ ഉള്ളിൽ ട്രക്കിംഗ് ഒക്കെ പോയി കാണുന്ന ഒരു സാധനമായത് നമുക്ക് ഇത്ര എളുപ്പത്തിൽ ഇവിടുന്ന് കാണാൻ പറ്റുന്നത്. വളരെ എടുത്ത് വന്നിരിക്കുകയാണിത്. എന്നാലും ക്ലിയർ വ്യൂ കിട്ടുന്നില്ല, കാരണം കാടിൻ്റെ ഉള്ളിൽ. കാട്ടിനുള്ളിൽ നിന്ന് ഇപ്പം ഇതിലൂടെ പുറത്ത് വന്നാൽ നമുക്ക് ക്ലിയർ വ്യൂ കാണാം. വന്ന് എന്താ ക്ലിയർ ഷോട്ട്. ക്ലിയർ കട്ടായിട്ട് ഒരു തടസ്സവും ഇല്ലാത്ത കാട്ടുപോത്ത് രണ്ടെണ്ണം ഇഷ്ടം പോലെ. അതിൻ്റെ ഇടയ്ക്കൊരു ഫാമിലി വരുന്നതുണ്ടോ, പന്നിയുടെ ഫാമിലി. എന്താണ് എൻ്റെ പോകുന്ന എത്ര കുട്ടികൾ, കംപ്ലീറ്റ് പന്നിയുടെ ഫാമിലി, പിന്നെ കാട്ടുപോത്തിൻ്റെ ഫാമിലി. അതിൻ്റെ ഇടയ്ക്കൊരു നായയുണ്ട്. അതാണ് ഇനി കാട്ടുനായിയാണോ കുറുക്കനൊന്നല്ല, കാട്ടുനായി എന്നൊരു വേർവ്, അതാണെന്നറിയില്ല. ഇതാ കാഴ്ച നോക്ക്, ഈ ആഫ്രിക്കൻ സഫാരി പോലെ ഉണ്ടല്ലേ, ഇഷ്ടംപോലെ മൃഗങ്ങൾ, വന്യമൃഗങ്ങൾ എല്ലാം. ഒരു പന്നിയുടെ ഫാമിലിയും പിന്നെ ഈ കാട്ടുപോത്താണ്. ഇത്രയും ക്ലിയർ ഷോട്ടായിട്ട് എവിടെയും കിട്ടും. ഇതതിൻ്റെ ചെറുതാണ് കാട്ടുപോത്തിൻ്റെ. കാരണം അതിൻ്റെ കാലുകൾ കണ്ടത് അതുവഴിയാണ് സാധാരണ പോത്തും കാട്ടുപോത്തും എല്ലാം വ്യത്യാസം കണ്ടത്. ഇത് വളരെ അടുത്തുള്ള കാരണം നമ്മളെ തന്നെ നോക്കുന്നു. എന്ത് ക്ലിയർ ഷോട്ടാണ്. കുറച്ച് ഇങ്ങോട്ട് വന്നാൽ നേരിട്ട് കാണാമായിരുന്നു, പക്ഷെ അത് അങ്ങോട്ട് പോവാണ്. വേറൊരു കറക്റ്റ് വ്യൂ. അപ്പോൾ ഒരു കാട്ടുപോത്തിനെ കാണാൻ ആഗ്രഹിച്ചപ്പോൾ ഇഷ്ടം പോലെ കാട്ടുപോത്ത്. എല്ലാം പതുക്കെ അങ്ങോട്ടേക്ക് മായാണ്. നമ്മുടെ അടുത്ത് നിന്ന് മാഞ്ഞു പോവുകയാണ്. ഇതാണ് ജംഗിൾ പാലസ് ഹോട്ടലിൻ്റെയും അതിൻ്റെ കാഴ്ചകളും. എന്തായാലും ഇവിടെ വരുന്നവർക്ക് ഇതൊരു ഭയങ്കര ട്രീറ്റ് തന്നെയായിരിക്കും. ഇപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്നായിരുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്കും ഷെയറും സബ്സ്ക്രൈബ് തരാം. പിന്നെ അടുത്ത നല്ല വീഡിയോ തരാം. ടേക്ക് കെയർ, ബൈ.